നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക ഭൂപടത്തിൽ നിന്ന് പലസ്തീനെ മായ്ച്ചു കളയാനാണ് അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടായി ശ്രമിക്കുന്നതെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. യുദ്ധഭീകരതയ്ക്കെതിരെ ലോക ജനത കൈകോർക്കേണ്ട സന്ദർഭമാണിതെന്നും KP സുരേഷ് രാജ്. മണ്ണൂരിൽ CPI ലോക്കൽ സമ്മേളനം. ഇന്ധനവില കുറയ്ക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മോട്ടോർ തൊഴിലാളികളുടെ പാർലമെന്റ് മാർച്ച് 24-ന്. മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ വാഹനജാഥ. കിഴക്കൻ മേഖലാ പ്രചരണ ജാഥ പാലക്കാട്ട് സമാപിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ്. ഷൊർണൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി. സമരത്തോടുള്ള സർക്കാർ സമീപനം ജനാധിപത്യ വിരുദ്ധമെന്ന് മഹിളാ കോൺഗ്രസ്. പത്തിരിപ്പാലയിൽ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം. ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി. ലഹരിയുടെ വ്യാപനം തടയാൻ അതീവ ജാഗ്രത അനിവാര്യമെന്ന് പാർട്ടി നേതാക്കൾ. വാർത്തകൾ വിശദമായി. ലോക ഭൂപടത്തിൽ നിന്ന് പലസ്തീനെ മായ്ച്ചു കളയാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമത്തെ ലോക ജനത ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. മണ്ണൂരിൽ CPI ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് രാജ്. പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമത്തെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്ന് സുരേഷ് രാജ് അഭ്യർത്ഥിച്ചു. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ലോകത്തെ ഒരു ഏകധ്രുവ ലോകമാക്കി മാറ്റാനുള്ള പരിശ്രമം വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പരമാധികാര റിപ്പബ്ലിക്കുകളായിട്ടുള്ള പല രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി യുദ്ധഭീതി സൃഷ്ടിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ ചൊൽപ്പിടിയിൽ കൊണ്ടുവരാനുള്ള പ്രവണത ഈ കഴിഞ്ഞ നാളുകളിൽ അതിശക്തമായി ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാലസ്തീനും ഉക്രൈനും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത്. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിശക്തമായി അപലപിക്കപ്പെടേണ്ട ഒന്നാണ്. പ്രതിനിധി സമ്മേളനത്തിൽ M ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുധീർ അനുശോചന പ്രമേയവും വിജയകുമാരി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു, മണ്ഡലം സെക്രട്ടറി മുരളി K താരേക്കാട്, കൃഷ്ണൻകുട്ടി, മല്ലിക, N തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. 15 ബ്രാഞ്ചുകളിൽ നിന്നായി 93 അംഗങ്ങൾ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ സമ്മേളന നഗരിയിൽ മുതിർന്ന പ്രവർത്തകൻ ഗോപാലൻ പതാക ഉയർത്തി. പൊതുസമ്മേളനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വാഹനജാഥ സംഘടിപ്പിച്ചു. പാലക്കാട് കിഴക്കൻ മേഖല വാഹന പ്രചരണ ജാഥ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് കമ്മിറ്റി അംഗം അബ്ദുൽ സുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ MS കറിയ, ജാഥാംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, P സതീശൻ, C രാധാകൃഷ്ണൻ, ജോഷി, ജയ്സൺ പള്ളായി എന്നിവർ പ്രസംഗിച്ചു. P പ്രദീപ് സ്വാഗതവും TP രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഇന്ധനവില കുറയ്ക്കുക, ഡ്രൈവർമാരെ കൽത്തുറുങ്കിലടയ്ക്കുന്ന ഭാരതീയ ന്യായ സംഹിത സെഷൻ 106/1, 106/2 എന്നിവ പിൻവലിക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, രാജ്യത്തെ അസംഘടിതരായ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് നിക്ഷേപം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-നാണ് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ AIRTWF പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ് ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി. മാസ് സിഗ്നേച്ചർ ഐക്യദാർഢ്യം മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി KV പാർവതി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് MP ശാന്ത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശോഭന,
സെക്രട്ടറിമാരായ സരോജിനി, പാറുകുട്ടി, മണ്ഡലം പ്രസിഡന്റ് ശ്രീകലാരാജൻ, സി സന്ധ്യ, ബീന ചളവറ, ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, മുരളി മാസ്റ്റർ, എ ഉണ്ണികൃഷ്ണൻ, ഷീജ, വിൻസെന്റ്, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 100-ലേറെ പേർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പുവെച്ചു. അർഹമായ വേതനം കൊടുക്കാതെ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെ അവരെ ഇന്ന് സംസ്ഥാനത്തിന്റെ ജനീതികളിലൂടെ സമരരംഗത്തേക്ക് എത്തിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഏറെ ദിവസം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാലയിൽ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധവുമായി വെൽഫെയർ പാർട്ടി. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്തിരിപ്പാലയിൽ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും ലഹരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഈ രൂപീകരണം മുതൽ തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ജനങ്ങൾക്ക്, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് അനുവദനീയമല്ല. അതായത് അവർ ഒരു വിഷയത്തെ ഏറ്റവും ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകണമെന്നാണ്. ജില്ലാ സെക്രട്ടറി ഷാക്കീർ പുലാപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. ഫൈസൽ, റഷീദ്, മുഹമ്മദ് അലി, സക്കീർ പഴയലക്കടി, നൌഷാദ് മണ്ണൂർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി പി എം ഉമ്മർ ഫാറൂഖ് സ്വാഗതവും ജാഫർ പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പറവകൾക്കൊരു പാനപാത്രം. കൊടുംവേനലിൽ പക്ഷികളുടെ ദാഹമകറ്റാൻ ആവിഷ്കരിച്ച പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആനന്ദവല്ലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠമാണ് വിദ്യാലയത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും SMC ചെയർമാനുമായ N രാജൻ മാസ്റ്റർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. PTA പ്രസിഡന്റ് K അബ്ദുൽ നാസർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ N മുരളീധരൻ, SMC അംഗങ്ങളായ K ഗോപാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, T ഉണ്ണികൃഷ്ണൻ, P മധു, പ്രധാന അധ്യാപിക P ശ്രീലത എന്നിവർ പങ്കെടുത്തു. നമ്മള് ഇത് തുടരണം, നമ്മുടെ വീടുകളിലും ഇത് തുടരണം. അപ്പൊ ഈ ഒരു പ്രവർത്തനം കണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രവർത്തനമാണ്. വളരെ സിമ്പിളാണ്. പക്ഷെ ഒരു സ്കൂളിൽ ചേർന്ന് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് കയറൊക്കെ കെട്ടി ഒരു ചട്ടിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ കിളികളൊക്കെ ഇവിടെ വന്ന് ആ വെള്ളം എടുത്തു പോകുമ്പോൾ ഈ വലിയ കടുത്ത വേനലില് അവർക്ക് നമ്മൾ നൽകുന്ന ജീവൻ തന്നെയാണ് നമ്മൾ നൽകുന്നത്. 50ഓളം കേന്ദ്രങ്ങളിൽ പറവകൾക്ക് ദാഹജലം നൽകുന്നതിനായി പാത്രങ്ങൾ സ്ഥാപിക്കുമെന്ന് വനമിത്ര മുരളീധരൻ വേളേരി മഠം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വയോധികരുടെ മാനസിക ഉല്ലാസത്തിന് വിനോദയാത്ര സംഘടിപ്പിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടും ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണെന്ന ബോധ്യം അവരിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഒരു ദിവസത്തെ വിനോദയാത്ര സംഘടിപ്പിച്ചത്. 50ഓളം പേർ വിനോദയാത്രയിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തുറ, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. ജോയിന്റ് സെക്രട്ടറി PA പത്മജ നേതൃത്വം നൽകി. ഹിൽ പാലസിലെ അവശേഷിക്കുന്ന ചരിത്ര രേഖകൾ കണ്ടതിന് ശേഷം സംഘം ഫോർട്ട് കൊച്ചിയിലേക്ക് നീങ്ങി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കതിർവേല മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ദേശവേലകളുടെ സംഗമവേളയിൽ ഉത്സവാങ്കണം ജനസാഗരമായി. കതിർവേല ഉത്സവം വർണ്ണാഭവും ഭക്തിസാന്ദ്രവുമായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഗ്രാമവീഥികളെ ജനസാഗരമാക്കിയായിരുന്നു എഴുന്നള്ളിപ്പ്. പ്രത്യേക പൂജകളോടെയാണ് കതിർവേല ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. രാത്രി വിവിധ വേലകൾ ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചു. കാള, കുതിര, ഇണക്കാളകൾ, പണ്ടാരക്കുതിര, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയായി. ശിങ്കാരിമേളം, പഞ്ചാരിമേളം, പാണ്ടിമേളം എന്നിവയുമുണ്ടായിരുന്നു.
കരിമരുന്ന് പ്രയോഗവും നടന്നു. വിവിധ ദേശക്കാരുടെ ഗാനമേള, സ്റ്റേജ് ഷോ, നാടൻപാട്ട് എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗജരാജൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചരിഞ്ഞു. 62 വയസ്സായിരുന്നു. തൃശൂർ ചാഴൂരിലെ ക്ഷേത്രവളപ്പിൽ തളച്ചിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞത്. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയ്യപ്പൻ. ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. ആചാരത്തനിമയോടെ ഇന്നു രാത്രി 11-ന് തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം വിളിച്ചു ചോദിച്ചാണ് പൂരം കൊടിയേറ്റം. മാർച്ച് 12-നാണ് കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ ഇടമുള്ള വള്ളുവനാടിന്റെ മഹാപൂരം. ആർപ്പുവിളികളോടെ അക്ഷമരായി കാത്തുനിൽക്കുന്ന ആയിരങ്ങളുടെ കാതിന് കുളിരായി രാത്രി 11 മണിക്ക് സ്ഥാനീയരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന വിളിച്ചു ചോദ്യം തുടങ്ങും. കോമരത്തിന്റെ ചോദ്യങ്ങളോട് ആദ്യ 2 തവണയും നിഷേധ മറുപടിയാകും. 3-ാം ഊഴത്തിൽ ഭക്തർ സമ്മതമറിയിക്കുന്നതോടെ കൊടിമരങ്ങൾക്കു മുകളിൽ കൊടിക്കൂറകൾ കുതിച്ചുയരും. വള്ളുവനാടൻ പെരുമയുടെ പൂരം കൊടിയേറുന്നതോടെ ചിനക്കത്തൂർ തട്ടകത്തിലെങ്ങും അയ്യയ്യോ ആർപ്പുവിളികൾ ഉയരും. കൊടിയേറ്റത്തിനു പിന്നാലെ 7 ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ ദേവിയുടെ പറയെടുപ്പ് തുടങ്ങും. ക്ഷേത്രത്തിലും ദേശങ്ങളിലും അരങ്ങേറുന്ന കലാസാംസ്കാരിക പരിപാടികൾ വരും ദിവസങ്ങളിൽ പൂരക്കാഴ്ചകളാകും. കുതിരകളിയും തേരും തട്ടിന്മേൽ കുത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും വഴിപാട് കാളകളും കുതിരകളും വർണ്ണാഭമായ നിലപ്പന്തലുകളും ഉപ ആഘോഷ കമ്മിറ്റികളുടെ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളും വെടിക്കെട്ടും കാഴ്ചകളാകുന്ന പൂരം മാർച്ച് 12-നാണ്. പൂരക്കാഴ്ചകളുടെ സമഗ്രതയാണ് പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പൂരം. കൊടിയേറ്റത്തോടെ ദേശങ്ങളിൽ പൂരത്തിൻ്റെ അന്തിമഘട്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. 10-ന് പൂരത്താലപ്പൊലിയും 11-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ മാർച്ച് 5 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 2007 ജൂൺ മുതലുള്ള ശമ്പള പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. കേരള കലാമണ്ഡലത്തെ 2017 ജൂൺ മുതൽ കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തുകയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കലാമണ്ഡലത്തിൽ 15 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെ 33 അധ്യാപകരെ UGC പദ്ധതിയിൽ കീഴിൽ ഉൾപ്പെടുത്തി UGC 5-ാം ശമ്പള പരിഷ്കരണം 2012 മാർച്ച് മുതൽ അശാസ്ത്രീയമായി നടപ്പിലാക്കി. കേരളത്തിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 2006 പ്രാബല്യത്തോടെ 2019 UGCയുടെ 6-ാം ശമ്പള പരിഷ്കരണം നൽകുകയും ചെയ്തു. തങ്ങൾക്ക് അനുവദിച്ചത് 2020 ഒക്ടോബർ മുതലാണ്. 2007 ജൂൺ മുതലുള്ള ശമ്പള പെൻഷൻ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഈ ശമ്പളവും പെൻഷൻ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ കാണുകയും MLA, MP, മറ്റുദ്യോഗസ്ഥർക്കും രേഖാമൂലം അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് തങ്ങൾ ഇറങ്ങിത്തിരിച്ചതെന്നും യൂണിയൻ സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ, കലാമണ്ഡലം VK ഹൈമാവതി, കലാമണ്ഡലം ഗിരിജ, കലാമണ്ഡലം ഈശ്വരനുണ്ണി, കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം സുജാത, കലാമണ്ഡലം ശോഭാഗീതാനന്ദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാധാരണ UGC അധ്യാപകരെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾ വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് തുടങ്ങുന്ന ക്ലാസ്സാണ്. അത് രാത്രി പ്രോഗ്രാം ഉണ്ടെങ്കിൽ 12 മണി വരെ 1 മണി വരെ ഞങ്ങൾ അധ്വാനിക്കുകയാണ്. അതും ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് പ്രോഗ്രാമിന് പോയാൽ ഈ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ട്രെയിനിൽ ഞങ്ങൾ നിലത്ത് കിടന്നിട്ട് ട്രെയിനിൽ പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ടും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ട്രെയിനിൽ പോകുമ്പോഴും സീറ്റൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കിടന്നിട്ട് പ്രോഗ്രാമിന് ധാരാളം പോയി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ കഥകളിക്കാരെ മാത്രം പറയില്ല, എല്ലാവർക്കും ഇന്ദ്രിയങ്ങളെ അടക്കം ബാധിച്ചിരിക്കുകയാണ് ഈ പ്രശ്നം. കാരണം ചെവി കേൾക്കില്ല. കാരണം ഈ കൊട്ട് മറ്റുള്ളവരെ രസിപ്പിക്കുകയാണ് നമ്മൾ ഈ കൊട്ടുകൊണ്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ പല കഥകളിക്കാർക്കും ചെവി കേൾക്കാൻ വിഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ദ്രിയങ്ങളെ വരെ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ റിട്ടയർമെൻറ്റ് വരെ ഉള്ള കലാമണ്ഡലത്തിലെ ജോലിക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടയർഡായിട്ട് ഞങ്ങൾ ഇതിന് സമരം ചെയ്യേണ്ടി വരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിക്കാനുള്ള റിട്ടയർഡായിട്ട് ഞങ്ങൾ ഇത്രയും അസുഖങ്ങളും ഒക്കെ വന്നിട്ടുള്ള ആളുകൾ സമരം ചെയ്യേണ്ടി വരുന്നു പറയുമ്പോൾ അത് വലിയൊരു കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെടുന്ന ഒരു അധ്യാപകർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പ്രധാന വാർത്തകൾ വീണ്ടും. ലോക ഭൂപടത്തിൽ നിന്ന് പലസ്തീനെ മായ്ച്ചു കളയാനാണ് അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടായി ശ്രമിക്കുന്നതെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. യുദ്ധഭീകരതയ്ക്കെതിരെ ലോക ജനത കൈകോർക്കേണ്ട സന്ദർഭമാണിതെന്നും KP സുരേഷ് രാജ്. മണ്ണൂരിൽ CPI ലോക്കൽ സമ്മേളനം. ഇന്ധനവില കുറയ്ക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികളുടെ പാർലമെന്റ് മാർച്ച് 24-ന്. മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ വാഹനജാഥ. കിഴക്കൻ മേഖലാ പ്രചരണ ജാഥ പാലക്കാട്ട് സമാപിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ്. ഷൊർണൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി. സമരത്തോടുള്ള സർക്കാർ സമീപനം ജനാധിപത്യ വിരുദ്ധമെന്ന് മഹിളാ കോൺഗ്രസ്. പത്തിരിപ്പാലയിൽ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം. ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി. ലഹരിയുടെ വ്യാപനം തടയാൻ അതീവ ജാഗ്രത അനിവാര്യമെന്ന് പാർട്ടി നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.